ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ മുത്തശ്ശിയും ലാവണ്യം കൂടെ പിണങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, അഞ്ജലി മാഡം ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട, ഇത് ഞാൻ ഡീൽ ചെയ്തോളാം എന്ന് പറയുവാണ്. അതിനുശേഷം നമ്മുടെ ശ്രുതി നമ്മുടെ ലാവണ്യയുടെ റൂമിലേക്ക് പോകുക കേട്ടോ. അഞ്ജലി അടുത്ത് മനോരമ പറയുന്നുണ്ട്, പിന്നെ നമ്മളെ കൊണ്ട് പറ്റാത്ത ഇവരെ കൊണ്ട് പറ്റാൻ പോണതെന്ന് ഇങ്ങനെ പറഞ്ഞ് പുച്ഛിക്കുവാണ്. അതിനുശേഷം കാണിക്കണം നമ്മുടെ ലാവണ്യ അശ്വിനെ വിളിക്കുക കേട്ടോ. അശ്വിനെ വിളിക്കുമ്പോൾ ഫോൺ കിട്ടത്തില്ല. അതുകൊണ്ട് പിന്നെയും വിളിക്കുമ്പോൾ അശ്വിൻ ഫോൺ എടുക്കുന്നുണ്ട്. എന്താ ലാവണ്യ വിളിച്ചുകൊണ്ടേ ഇരിക്കണേന്ന് ചോദിക്കുമ്പോഴേക്കും സാർ, എനിക്ക് നിന്നോട് അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോൾ, പ്ലീസ്, ഞാൻ ഇവിടെ ഒരുപാട് 100 കൂടി ടെൻഷനിലും പ്രശ്നത്തിലും വർക്കിൻ്റെ തിരക്കിലുമാണ്, നീ ഫോൺ വെക്കെന്ന് പറയുമ്പോഴേക്കും സാർ, ഞാൻ ഇവിടെ എന്താ ഇന്ന് സംഭവിച്ചതെന്ന് അറിയാമോ? പ്ലീസ്, അവിടുത്തെ പ്രശ്നങ്ങൾ കേൾക്കാനുള്ള സമയവും സാഹചര്യവും എല്ലാം എൻ്റെ ഇപ്പോൾ അതുകൊണ്ട് നീ ഫോൺ വെക്ക് എന്ന് പറയുവാണ്. ആ സമയത്ത് ലാവണ്യ, എല്ലാ സാർ ഞാൻ പറഞ്ഞോട്ടെ, ഇന്ന് ഇവിടെ ഉണ്ടല്ലോ, വേണ്ട, നീ ഒന്നും പറയണ്ട, മതി, എല്ലാം ഞാൻ വന്നു കഴിഞ്ഞിട്ട് കേൾക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുവാട്ടോ നമ്മുടെ അശ്വിൻ. ലാവണ്യാണെങ്കിൽ ഫോൺ കട്ട് ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുവാണ്. ആ സമയത്ത് നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ലാവണ്യ മേഡം എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. എന്താ കാര്യം, നീ എന്താ എന്നെ ഉപദേശിക്കാൻ വന്നതാണോ എന്ന് പറയുമ്പോൾ, അയ്യോ മാഡത്തിന് എന്നെ ഉപദേശിക്കാനൊന്നും വന്നതല്ല, പക്ഷേ എനിക്ക് മാഡത്തിനോട് ഒരു പറയാനുണ്ട്. മാഡം ഇങ്ങനെ ഇവിടുത്തെ മുത്തശ്ശീനെ പിണക്കി കഴിഞ്ഞാൽ ഒരിക്കലും ASR ആയിട്ട് മാഡത്തിന് ഒന്നിക്കാൻ സാധിക്കില്ല. മാഡത്തിന് അറിയാലോ, ഇവിടെ അശ്വിൻ സാറിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം അഞ്ജലി മാഡത്തിനെയാണ്. അഞ്ജലി മാഡത്തിന് വിഷമോ അല്ലെങ്കിൽ അഞ്ജലി മാഡത്തിന് വിഷമോ അല്ലെങ്കിൽ ടെൻഷനോ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും അശ്വിൻ സാർ ചെയ്യില്ല. അതുകൊണ്ട് മേഡം ഇവിടുന്ന് പിണങ്ങി ഇറങ്ങിപ്പോയിക്കുന്ന നഷ്ടം മേഡത്തിന് മാത്രമായിരിക്കും. പിന്നെ ചെറിയൊരു നഷ്ടം എനിക്കും ഉണ്ടെന്ന് കൂട്ടിക്കോ. കാരണം ഈ ജോലി മുന്നിൽ കണ്ടിട്ട് ഞാനും കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എനിക്കും സാലറിയും കാര്യങ്ങളൊക്കെ വേണമല്ലോ മേഡം. പിന്നെ വലിയ നഷ്ടം മേഡത്തിന് തന്നെയായിരിക്കും. അശ്വിൻ സാർ ഇവരെ ആരും ധിക്കരിച്ച് മേഡത്തിനെ കല്യാണം കഴിക്കുമെന്ന് മേഡം ഒരിക്കലും വിചാരിക്കരുത് എന്ന് പറയുമ്പോൾ, അത് ശരിയാണെന്ന് ലാവണ്യക്ക് തോന്നുവാണ്. അതിന് ഞാനിപ്പോൾ എന്ത് ചെയ്യണമെന്നാണ് നീ പറയണേന്ന് പറയുമ്പോൾ, അതിനെ മാഡം ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. മാഡം ആദ്യം ഞാൻ തരുന്ന ട്രെയിനിങ് കറക്റ്റായിട്ടൊന്ന് ചെയ്യുക. ഇവിടെ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് മാഡം നടക്കുക. പിന്നെ എല്ലാം മാഡം വിചാരിച്ച പോലെ തന്നെ നടന്നോളും എന്ന് പറയുമ്പോൾ, ശരി എന്ന് അങ്ങനെ ചെയ്യാം. എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടുത്തെ മുത്തശ്ശിനെ കണ്ട് നമുക്ക് അനുഗ്രഹം വാങ്ങിച്ചതിനെ തുടങ്ങാം എന്ന് പറയുമ്പോൾ, ഓക്കെ കാർട്ടൂൺ ബേബി എന്ന് ലാവണ്യ പറയുക കേട്ടോ. അങ്ങനെ നമ്മുടെ ലാവണ്യയും അതുപോലെ തന്നെ ശ്രുതിയും കൂടി മുത്തശ്ശിയുടെ റൂമിലേക്ക് പോവാം. ആ സമയത്ത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ നീ നിന്റെ കിടക്കയും പാണ്ടൊക്കെ എടുത്തിവിടുന്ന് പോയില്ലേന്ന് ചോദിക്കുമ്പോൾ, ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, അത് ട്രെയിനിങ് സ്വീകരിക്കാൻ ലാവണ്യ മേഡം തയ്യാറാണ്. ഞങ്ങൾ ഇന്ന് മുതൽ ട്രെയിനിങ് തുടങ്ങുവാണ്. അതിന് മുത്തശ്ശിയുടെ അനുഗ്രഹം മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നതെന്ന് പറയുമ്പോൾ, മുത്തശ്ശി ശരി എന്ന് പറഞ്ഞിട്ട് അവിടെ മിണ്ടാതിരിക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ ശ്രുതി അടുത്തേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം മുത്തശ്ശിയുടെ കാല് തൊട്ട് അങ്ങനെ നമസ്കരിക്കുകയാണ്. അതിനുശേഷം മുത്തശ്ശി അനുഗ്രഹിക്കണം. ഇന്ന് മുതൽ ഞാൻ പുതിയ ജോലിക്ക് കയറുവാണ്, മുത്തശ്ശിയുടെ അനുഗ്രഹം വേണമെന്ന് പറയുമ്പോൾ, എല്ലാ അനുഗ്രഹവും ഉണ്ടാവും, നന്നായിട്ട് വരട്ടെ മോളെ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അനുഗ്രഹിക്കുക കേട്ടോ. അതിനുശേഷം ലാവണ്യ ശ്രുതി ഇങ്ങനെ കണ്ണുവെച്ച് കാണിക്കണം, മുത്തശ്ശിയുടെ അനുഗ്രഹം വാങ്ങിക്കുക എന്ന് വെച്ച് ഇങ്ങനെ കണ്ണുവെച്ച് കാണിക്കുമ്പോൾ ലാവണ്യ പെട്ടെന്ന് മുത്തശ്ശിയുടെ അടുത്തേക്ക് പോവാം. മുത്തശ്ശി എന്നെ അനുഗ്രഹിക്കണം, ഇന്ന് മുതൽ ഞാനൊരു പുതിയ തുടക്കം കുറിക്കുവാണ്. ശരി, നന്നായിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ലാവണ്യനെ അനുഗ്രഹിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും അനുഗ്രഹം വാങ്ങിക്കാട്ടോ. ഇതൊക്കെ കണ്ട അഞ്ജലിക്ക് വല്ലാതെ സന്തോഷം തോന്നുവാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്ക് നമ്മുടെ ലാവണ്യ ചോദിക്കുകയാണ്, ഇനി എന്താ അടുത്ത സ്റ്റെപ്പ് എന്ന് ചോദിക്കുമ്പോൾ, ഇനി നമുക്ക് നല്ലൊരു ചായ ഉണ്ടാക്കി തുടക്കം കുറിക്കാം. ചായ എന്നാൽ ശരി വാ എന്ന് പറഞ്ഞിട്ട് ലാവണ്യ അടുക്കളയിലേക്ക് നടക്കുവാണ്. തൊട്ടു പിന്നാലെ ശ്രുതിയും പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അഞ്ജലി ശ്രുതിയുടെ അടുത്തേക്ക് വരുക. ശ്രുതി, എന്താ മേഡം ചോദിക്കുമ്പോൾ, അത് നിനക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യമോ എനിക്കോ മേഡത്തിനോട് എന്തിന്? അല്ല, ഇന്നലെ നിന്നെ വീട്ടിൽ വന്നിട്ട് ഭീഷണിപ്പെടുത്തുന്ന പോലെ ഞാൻ നിന്നോട് സംസാരിച്ചല്ലോ. അതെൻ്റെ സാഹചര്യം കൊണ്ടാണ് കുട്ടി. അശ്വിൻ്റെ കുടുംബജീവിതം, അശ്വിൻ്റെ ജീവിതം ഇതൊക്കെ മാത്രമേ ഞാൻ മുന്നിൽ കണ്ടുള്ളൂ. അത് നീ ഒട്ടും സമ്മതിക്കാണ്ടോ അംഗീകരിക്കാണ്ടായപ്പോൾ എൻ്റെ മുമ്പിൽ വേറെ വഴിയില്ലാണ്ട് ഞാൻ അങ്ങനെ ചെയ്തത്. അയ്യോ മേഡം, അതൊക്കെ എനിക്ക് മനസ്സിലാവും. സ്വന്തം കുടുംബം നിലനിർത്താൻ വേണ്ടി ആരാണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്തു പോകും. എനിക്ക് മേഡത്തിനോട് ഒരു ദേഷ്യവും ഇല്ല കേട്ടോ എന്ന് പറയുവാണ്. അതിനുശേഷം നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, ശരി മേഡം എന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങോട്ടേക്ക് പോകുക കേട്ടോ. അങ്ങനെ ശ്രുതിയും ലാവണ്യയും കൂടി അടുക്കളയിൽ കയറുവാണ്. ശ്രുതി ആദ്യം തന്നെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് ലാവണ്യയുടെ കൈ കൊടുക്കുന്നുണ്ട്. മേഡം ഐശ്വര്യമായിട്ട് ഇത് സ്റ്റൗവിൽ വെച്ച് കത്തിച്ചോളൂ എന്ന് പറയാണ്. അങ്ങനെ ലാവണ്യ സ്റ്റൗവിൽ വെച്ച് വെള്ളം അങ്ങനെ തിളപ്പിക്കുകയാണ്. അപ്പം ശ്രുതി പറയുന്നുണ്ട്, വെള്ളം നന്നായിട്ട് തിളച്ചിട്ട് മാത്രമേ തേയിലപ്പൊടി ഇടാവൂ എന്ന് പറഞ്ഞിട്ട് തേയിലപ്പൊടി കയ്യിൽ കൊടുക്കുകയാണ്. അങ്ങനെ ലാവണ്യ തേയിലപ്പൊടി ഇട്ട് ചേർക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ഏലക്കാപ്പൊടി നമ്മുടെ ശ്രുതി ലാവണ്യയുടെ കയ്യിൽ കൊടുക്കുവാണ്. ഇതാണ് ഏലക്കാപ്പൊടി. കാഡ്മിൻഡൻ? അതെ. ഇതെന്തിനാ? ഇത് ചായയിലേക്കിട്ട ഒരു പ്രത്യേക ടേസ്റ്റാണ്.
മേഡം കേട്ടില്ലേ, ഇവിടെ എല്ലാവർക്കും ഏലക്ക എടുത്ത് പ്രത്യേക ഒരു ഇഷ്ടമുണ്ടെന്ന് അഞ്ജലി മേഡം പറഞ്ഞത്, അതുകൊണ്ട് ഇതിൽ കുറച്ച് ഏലക്ക പൊടിച്ച് ചേർക്കാം എന്ന് പറയുമ്പോൾ ഓ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഏലക്കയൊക്കെ പൊടിച്ച് ചേർക്കുക കേട്ടോ. ഇതൊക്കെ കണ്ട് അഞ്ജലി ഭയങ്കര സന്തോഷത്തോടു കൂടി അടുക്കളയുടെ മുമ്പിൽ തന്നെ നിൽക്കുന്നുണ്ട്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതി കുറച്ച് പാലെടുത്ത് കൊടുക്കുവാണ്. ഇത് പാല് ചേർത്തോളൂ എന്ന് പറയുമ്പോൾ പാല് ചേർക്കുന്നുണ്ട്. ഇത് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് നല്ലൊരു ഏത്തക്കാപ്പം ചുട്ടാലോ. ഏത്തക്കാപ്പോ അതെന്താ, പഴംപൊരി. ഓ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ അഞ്ജലി ഇതെല്ലാം കണ്ട് സന്തോഷത്തോടു കൂടി ശ്യാമിനെ വിളിക്കുവാണ്. ശ്യാം ആ സമയത്ത് ഫോൺ എടുക്കുന്നുണ്ട്. എന്താ വിളിച്ചെന്ന് ചോദിക്കുമ്പോഴേക്കും ഞാൻ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങുമായിരുന്നു, പിന്നെന്താ ചേട്ടൻ ഇങ്ങോട്ട് വിളിക്കാതെന്ന് പറയുമ്പോൾ അത് ഞാൻ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങുമ്പോഴല്ലേ നീ ഇങ്ങോട്ട് വിളിച്ചത്, എന്താ മഹാറാണി വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ പറഞ്ഞില്ലേ ശ്രുതിനെ കൊണ്ട് ഈ വീട്ടിൽ മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റുമെന്ന്. ശ്രുതി ഇവിടെ ജോയിൻ ചെയ്തു കേട്ടോ. ശ്രുതിയോ? അതെ, ശ്രുതി ഇതേ ഇപ്പോൾ ലാവണ്യക്ക് ട്രെയിനിങ് കൊടുത്തു തുടങ്ങി. ഇപ്പോൾ അവർ ചായ വെക്കുക, മുത്തശ്ശിയുടെ അനുഗ്രഹം വാങ്ങിച്ച് എല്ലാം ഇപ്പോൾ സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. ഓഹോ, അപ്പം തിൻ്റെ തീരുമാനം വളരെ നല്ലതായിരുന്നു അല്ലേ മഹാറാണി എന്ന് ശ്യാം പറയുമ്പോൾ അതെ, അതുകൊണ്ടല്ലേ ഞാൻ ചേട്ടനെ പോലും ധിക്കരിച്ച് അങ്ങനെ ചെയ്തത്. സോറി ചേട്ടാ എന്ന് പറയുമ്പോൾ സോറി ഞാനല്ലേ മഹാറാണിയുടെ അടുത്ത് ചോദിക്കേണ്ടത്, ഇന്നലെ നിൻ്റെ അഭിപ്രായങ്ങൾ ശരിയാണെന്ന് വകവയ്ക്കാതെ ഞാൻ നിന്നോട് തട്ടിക്കേറി എന്നൊക്കെ പറയാടെ. പെട്ടെന്ന് തന്നെ ശ്യാം ഒരു അടവെടുക്കുക കേട്ടോ. തൊട്ടടുത്തുകൂടി ഒരാൾ പോണ പോലെ ഹലോ അവിടെ നിന്നേ എന്ന് പറഞ്ഞിട്ട് അതെ 3 ലക്ഷം രൂപ എത്രയും പെട്ടെന്ന് തന്നെ അറേഞ്ച് ചെയ്യണം, ഞാൻ നിങ്ങളെ വിശ്വസിച്ചിട്ടല്ലേ ക്ലയൻറ്റിനോട് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളും ഇല്ല കേട്ടോ. വെറുതെ അഞ്ജലിനെ കേൾപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക അടുത്തുള്ള ഒരാളുള്ള പോലെ. അതെ 3 ലക്ഷം രൂപ നിങ്ങളെ വിശ്വസിച്ച് ചെയ്തിട്ട് ഞാനിപ്പോൾ എന്ത് പറയും എന്നൊക്കെ പറയാണ്. അതിനുശേഷം നമ്മുടെ അഞ്ജലി എടുത്ത് സോറി മഹാറാണി, ഇവിടെ ഒരു ക്ലയൻറ്റ് വന്നു, അതിനോട് സംസാരിക്കുമായിരുന്നു. എന്താ ചേട്ടാ എന്തിനു പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? ഒന്നുമില്ലെന്ന് പറയുമ്പോൾ അല്ല 3 ലക്ഷം രൂപയുടെ എന്തോ പ്രശ്നം. ഓ അത് കേട്ടുമല്ലേ, അത് വേറൊന്നുമല്ല, ഞാനൊരു ക്ലയൻറ്റിന് ഉറപ്പ് കൊടുത്തു 3 ലക്ഷത്തിൻ്റെ രൂപയുടെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, അതിപ്പോൾ റെഡി ആയില്ല. ഓ അതാണ് ഇത്ര വലിയ കാര്യം, ആ 3 ലക്ഷം രൂപ ഞാൻ കുഞ്ഞിനോട് മേടിച്ചു തരാം. അയ്യോ അത് ശരിയാവില്ല. എന്താ കുഞ്ഞിനോട് മേടിക്കണോണ്ടാണോ? എൻ്റെ പണം കുഞ്ഞിൻ്റെ പണം അങ്ങനെ രണ്ടും രണ്ടല്ല ചേട്ടാ. കുഞ്ഞിനോട് മേടിക്കുന്ന പണം എൻ്റെ പണം തന്നെയാണ്. ഞാൻ ചേട്ടനെ ആവശ്യമുണ്ടെന്ന് ഞാൻ പറയില്ല. ഞാൻ എന്തായാലും കുഞ്ഞിനോട് ചോദിച്ചിട്ട് 3 ലക്ഷം രൂപ ചേട്ടനെ തരാം. പിന്നെ ചേട്ടാ പണി കഴിഞ്ഞ് ഇത് നേരത്തെ എത്താൻ പറ്റുമോ? ലാവണ്യയുടെ സ്പെഷ്യൽ ടീയും പഴംപൊരി ഉണ്ടാക്കുന്നുണ്ട്, അതിനെന്താ ഞാൻ വന്നോളാം എന്ന് പറഞ്ഞിട്ട് ഫോം വെക്കുവാണ് ശ്യാം ഫോം വെച്ചിട്ട് പൊട്ടിച്ചിരിക്കുവാട്ടോ. അങ്ങനെ 3 ലക്ഷം രൂപ റെഡിയായെന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുവാണ്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതിയും ലാവണ്യയും ചായയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ലാവണ്യയുടെ കയ്യിൽ ചായ കൊടുത്തിട്ട് നമ്മുടെ ശ്രുതി മുത്തശ്ശിക്കും അതുപോലെ തന്നെ നമ്മുടെ മനോരമക്കും അഞ്ജലിക്കൊക്കെ കൊടുക്കാൻ വേണ്ടി ഒരു ട്രെയിൽ ഇങ്ങനെ കൊടുത്തു വിടുവാണ്. അതിനുശേഷം നമ്മൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്താ ഇത്? അത് ലാവണ്യ മേഡം ഉണ്ടാക്കിയ സ്പെഷ്യൽ ചായയാ. ഓ ഇത് വേണ്ട. 3 പേരും ചായ കുടിക്കുക. ആ ചായ കുടിക്കുന്ന മനോരമ പറഞ്ഞിട്ട് ഹായ് എന്തൊരു ടേസ്റ്റ്, ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു ടേസ്റ്റുള്ള ചായ ഞാൻ കുടിച്ചിട്ടേ ഇല്ല, അടിപൊളി, ഇത് ലാവണ്യ ബേബി ഉണ്ടാക്കിയതെന്ന് കണ്ടാൽ തന്നെ അറിയാം, ഓ സൂപ്പർ ടേസ്റ്റ് എന്ന് പറയുവാണ്. ആ സമയത്ത് മുത്തശ്ശിയും പറയുന്നുണ്ട് അതെ നല്ല രുചിയുണ്ടല്ലോ എന്ന് പറയുവാണ്. എന്തായാലും ലാവണ്യ ഉണ്ടാക്കിയത് ഇത്ര രുചിയോ, ഇതിനെ പിറകെ നല്ലൊരു കൈപ്പണ്ണുള്ളൊരു കൈയിൻ്റെ ഒരു മണം അടിക്കണതുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയുടെ നോക്കുവാട്ട് നമ്മുടെ മുത്തശ്ശി. അത് ലാവണ്യക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനത്തെ ഒരു ഭാഗത്തോട് കൂടിയാണ് എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.